നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇവിടെ പ്രതിപാദ്യമായ ജ്യോതിഷ വിഷയം യോഗ നിരൂപണമാകുന്നു. കല്യാണവർമാവിൻ്റെ സാരാവലിയിൽ സവിസ്തരം ജ്യോതിഷ യോഗങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ചതുർഗ്രഹ യോഗ നിരൂപണമാണ് നാം നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗങ്ങളിൽ വരുന്ന ഗ്രഹങ്ങൾ ആദിത്യനും ചൊവ്വയും ബുധനും വ്യാഴവുമാകുന്നു. രണ്ട് ശുഭഗ്രഹങ്ങൾ, രണ്ട് പാപഗ്രഹങ്ങൾ. ബുധ ഗുരുക്കൾ ശുഭഗ്രഹങ്ങൾ, സൂര്യനും ചൊവ്വയും പാപഗ്രഹങ്ങൾ. പ്രസ്തുത യോഗഫലം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 4 ഗ്രഹങ്ങളുടെയും കോമ്പിനേഷൻ ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ജനനസമയത്ത് എപ്രകാരം സ്വാധീനിക്കുന്നെന്നാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ആദ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിക്കുക. ശൂരോധ സൂത്രധാരശ്ചക്രധരോവ വിപന്നധാരധനഃ ദുഃഖാർണവോടനപരഃ സുസംഗതൈഃ അർക്കജീവ ബുധ ഭൗമൈഃ. അർക്കജീവ സൂര്യൻ, വ്യാഴം, ബുധൻ, ഭൗമഃ ചൊവ്വ. ഈ 4 ഗ്രഹങ്ങളുടെയും യോഗത്താൽ ആ യോഗസമയത്ത് ജനിക്കുന്ന ഒരു കുട്ടിയുടെ, ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഇപ്രകാരമാണ്. ഒരു സുയോഗമായി ഇത് പറയാൻ പറ്റില്ല. കുറേ ബുദ്ധിമുട്ടുകൾ ഈ യോഗത്തിലുണ്ട്. ശൂരഃ ഭവതി യേശഃ നരഃ. ആ മനുഷ്യൻ നല്ല ശൂരനാണ്. നിങ്ങൾ കേട്ടിരിക്കും വീരശൂര പരാക്രമി. അതിൽ വരുന്നൊരു വാക്കാണ് ശൂരത്വമുള്ള വ്യക്തിയാണ്. പിന്നീട് ആ മനുഷ്യൻ സൂത്രകാരഃ ഭവതി. സൂത്രം കരോതി ഇതി സൂത്രകാരഃ. പഴയകാലത്ത് സംസ്കൃത ഭാഷയിൽ സൂത്രകാരഃ എന്നാൽ സംവിധായകനാണ്. പല കാര്യങ്ങൾക്കും പിറകിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചരട് വലിക്കുന്നു. സൂത്രം എന്നാൽ ചരടാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ചരട് വലിക്കുന്നു സ്ക്രീനിൻ്റെ പിറകിൽ നിന്നുകൊണ്ട്. അങ്ങനെയുള്ള ധാരാളം പേരെ നമുക്കറിയാം. കാരണം ഇവിടെ ചൊവ്വയും ബുധനും തമ്മിലുള്ള ഒരു യോഗമാണ്. ചരട് വലിക്കാരനാണ്. പലപ്പോഴും നമുക്ക് രാഷ്ട്രീയത്തിലൊക്കെ കാണാം, പിറകിൽ നിന്നുകൊണ്ട് ചരട് വലിക്കുന്ന ധാരാളം പേരെ നമുക്കറിയാം. പിന്നീട് ഈ വ്യക്തി ചക്രം ധരതി ഇതി ചക്രധര. ഇദ്ദേഹം ചക്രത്തെ ധരിക്കുന്നു. ചക്രം എന്നാൽ ഇവിടെ രാജചിഹ്നത്തെ ധരിക്കുന്നു എന്നർത്ഥം. ഇദ്ദേഹം കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നതിൽ വളരെ സമർത്ഥനാണ്. അപ്രകാരം ഇദ്ദേഹത്തിന് ധാരാളം അധികാരങ്ങൾ ലഭിക്കുന്നു, മുദ്രകൾ ലഭിക്കുന്നു. അതാണ് ചക്രം. രാജാവിൻ്റെ മുദ്രകൾ ലഭിക്കുന്ന വ്യക്തിയായി മാറുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം വിപന്നധാരധനഃ ഭവതി. വിപന്നധാരാധനഞ്ജ യസ്യ സഹ. ഇദ്ദേഹം ഭാര്യയാലും ധനത്താലും ത്യജിക്കപ്പെടുന്നതിനായി മാറുന്നു. ധനവിഷയത്തിൽ വളരെയധികം ഇദ്ദേഹത്തിന് ദരിദ്രനാകുന്നു. ഇദ്ദേഹം ഭാര്യയും ഇദ്ദേഹത്തിനെ പരിത്യജിക്കും. സ്വതവേ ധനമില്ലെങ്കിൽ ഭാര്യ പരിത്യജിക്കും. അത് ലോക നിയമമാണ്. പ്രത്യേകിച്ച് മക്കളെ കൂടി കിട്ടിക്കഴിഞ്ഞാലോ, ലബ്ധപുത്രോ പതിം ദേഷ്ടി. മക്കളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഭർത്താവിനെ ദുഷിക്കാൻ തുടങ്ങും ഭാര്യ. മക്കൾ പ്രായമായി മക്കളെ കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഭർത്താവിനെ തുരത്താനാണ് ചിന്തിക്കുക. ഇവിടെ ധനമില്ലാത്ത ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉപേക്ഷിക്കുന്നു, പരിത്യജിക്കുന്നു എന്നർത്ഥം. കാശുണ്ടെങ്കിൽ വീണ്ടും ഭാര്യ വരും, വാലാട്ടിക്കൊണ്ട് വരും, നമുക്കറിയാം. അത് ലോക നിയമമാണ്. സഹ ദുഃഖാർണവഃ ഭവതി. ദുഃഖമാകുന്ന സമുദ്രത്തിൽ പെടുന്നു അദ്ദേഹം. വളരെയധികം ശോകങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇത്ര കഴിവുള്ള വ്യക്തിയാണ്, എങ്കിലും വീട്ടിൽ സ്വസ്ഥത ലഭിക്കില്ല, ധനം കുറയുക. ദുഃഖമാകുന്ന സമുദ്രത്തിൽ നിപതിക്കും ഈ വ്യക്തി. പിന്നീട് അടനപരഹ, എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഒരുപക്ഷെ അതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ആശ്വാസം. എല്ലാവരും പരിത്യജിക്കപ്പെടുമ്പോൾ എവിടെയെങ്കിലും ആരെയും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം അടനപരഹ, യാത്രയിൽ വളരെയധികം തൽപരനായി മാറുന്നു. ഇപ്രകാരമുള്ള യോഗമാണ് ഈ ചതുർഗ്രഹ യോഗത്തിൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്തേ.